നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. ദ്രുതഗതിയിലുള്ള ജപ്തി നടപടികൾ ഇല്ലാതാകുമോ? സർക്കാരിൻ്റെ നീക്കം ആശാവഹമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിലുള്ള റവന്യൂ റിക്കവറി നിയമപ്രകാരം റവന്യൂ റിക്കവറി നടപടികൾ സ്റ്റേ ചെയ്യുവാൻ പോലും അധികാരം ഇല്ലല്ലോ എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു കമൻറ്റ് പരിഗണിച്ച് സർക്കാർ റവന്യൂ റിക്കവറി നടപടികളുടെ നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നതായി വാർത്ത. ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടുകഴിഞ്ഞു. ഈ ഭേദഗതി വരുന്നതോടെ നിലവിലുള്ള ജപ്തി നടപടികൾ കൂടുതൽ ലളിതമാവുകയും അതോടുകൂടി കടക്കാരന് ജപ്തി ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടുതൽ പരിശ്രമങ്ങൾ നടത്തുന്നതിന് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. നിലവിലുള്ള നിയമപ്രകാരം ജപ്തി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ വസ്തു വിൽക്കുന്നതിനോ ആ വസ്തുവിൻ്റെ ഒരു ഭാഗം വിറ്റുകൊണ്ട് കടം വീട്ടുന്നതിനോ ഒന്നും കടക്കാരന് അവകാശമില്ല. മാത്രമല്ല, അതൊന്ന് സ്റ്റേ ചെയ്ത് കിട്ടുന്നതിന് കടക്കാരൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിയും വരുന്നു. ഭേദഗതി അനുസരിച്ച് ഇപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലുള്ള നിയമം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് സർക്കാരിന് ഈ റവന്യൂ റിക്കവറി നടപടികൾ സ്റ്റേ ചെയ്യാനുള്ള അധികാരം ലഭിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ അധികാരം ലഭിക്കുന്നതോടുകൂടി സർക്കാരിന് ആ കടക്കാരൻ കുടിശ്ശിക തവണകളായി അടയ്ക്കുന്നതിനുള്ള വ്യവസ്ഥയും ചെയ്യാം. മാത്രമല്ല, ഇത്തരം ഭേദഗതി വരുന്നതോടുകൂടി 12% പരമാവധി പലിശ നിരക്ക് എന്നുള്ളതിൽ നിന്ന് 9% കുറച്ചിട്ടുമുണ്ട്. നിലവിലുള്ള കടബാധ്യതയിൽ ജപ്തിക്കെണിയിൽപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ഒരാശ്വാസം എന്നുള്ള നിലയ്ക്കാണ് ഈ ഭേദഗതി വരുന്നത്. ഇതുമാത്രമല്ല നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ. ലേലം ചെയ്യാൻ തീരുമാനിച്ച വസ്തു സർക്കാരിന് ബോട്ട് ഇൻ ലാൻഡ് എന്നുള്ള പേരിൽ പിടിച്ചു വയ്ക്കാം. ലേലം വിളിക്കാൻ ആളില്ലാതെ വരുന്ന പക്ഷമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും സാധാരണഗതിയിൽ ലേലം പിടിക്കാൻ ആളില്ലെങ്കിൽ, അതായത് ആ ബാങ്ക് തന്നെ അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തിയ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ലേലം പിടിച്ചിട്ട് ബാക്കി തുക, നേരിയ തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ബാക്കി കൂടി ഈടാക്കുന്നതിനുള്ള നടപടിയോ ചെയ്യുകയാണ് പതിവ്. ഇപ്പോഴങ്ങനെയല്ല. സർക്കാരിന് ആ വസ്തു ബോട്ട് ഇൻ ലാൻഡ് എന്ന പേരിൽ പിടിച്ചു വയ്ക്കാം. 5 കൊല്ലത്തേക്ക് ആ വസ്തു വിൽക്കുന്നില്ല. മറിച്ച് ആ വസ്തുവിൻ്റെ ഒരു ഭാഗമോ വസ്തു പൂർണ്ണമായോ കളക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടി കടക്കാരന് വിറ്റിട്ട് കടം വീട്ടാം. ഇനി അങ്ങനെയല്ല, കടത്തിൻ്റെ ഒരു നിശ്ചിത പോർഷൻ മാത്രമാണ് മറ്റു ഏതെങ്കിലും വിധത്തിൽ അടച്ചതെങ്കിൽ ആ അടച്ച തുകയുടെ ആനുപാതികമായ ലാൻഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭൂമിയായിരിക്കും വിൽക്കാൻ സാധിക്കുക. ഇത്രയേറെ ലിബറലായ കാര്യങ്ങൾ റവന്യൂ റിക്കവറി നിയമത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ബില്ലാണ് പരിഗണനയിലിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ കടക്കെണിയിൽപ്പെട്ടു പോയവർക്ക്, കടക്കെണിയിൽപ്പെട്ടുള്ള ആത്മഹത്യകളും മറ്റും ധാരാളം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് വലിയൊരു ആശ്വാസമാകും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. മുൻപ് ഉണ്ടായിരുന്ന നിയമങ്ങളിൽ ഈ റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിലും കടക്കാരന് ആ വസ്തു ഉപയോഗിച്ചുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു അടവ് സാധ്യമായിരുന്നില്ല. നിലവിൽ ഭേദഗതികൾ നടപ്പിൽ വന്നാൽ സർക്കാരിൻ്റെ കടങ്ങൾ ഏതൊരു സാധാരണക്കാരനും നിലവിലുള്ള വസ്തു ഉപയോഗിച്ച് പല രീതിയിൽ അടയ്ക്കുന്നതിനുള്ള സാവകാശങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമായി മാറാനാണ് സാധ്യത. നിലവിൽ നിയമമായിട്ടില്ല, സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ഇത് എത്രയും വേഗം നിയമമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.